എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. രശ്മിയാണ്. നമ്മുടെ പുതിയ ആൾക്കാരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് 11-ാം തീയതിത്തെ വീഡിയോ ആണ്. ഞാൻ അന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂവും കാര്യങ്ങളും കൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ചെറിയ ഒരു വീഡിയോയ്ക്ക് ഒരു ചെറിയ എഡിറ്റിംഗ് ഒക്കെ വേണ്ടി വന്നു. അപ്പോൾ രാവിലെ എണീച്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നേ ഓരോരുത്തർ മുറ്റമൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടോ? കുക്കുടു അതെവിടെ ഇരുന്നു നിങ്ങൾ? രാവിലെ എണീച്ച് ഫസ്റ്റ് ഡ്യൂട്ടി എൻ്റെ ഇതാണ് കേട്ടോ. കാരണം ഇവൻ അവിടെ ഫ്രണ്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും. ട്യൂഷന് കുട്ടികൾ ചിലപ്പോൾ നേരത്തെ വരും. അപ്പോൾ ഒന്നും ചെയ്യുമൊന്നുമില്ല, പക്ഷേ അവരൊന്ന് പേടിപ്പിച്ച് വിടും അവൻ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കൊഞ്ചൊക്കെ ചെയ്ത് അവനൊരു സന്തോഷം. അപ്പോഴേക്കും ഇവിടെ 2 പുതിയ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കുനിട്ടിളകി. അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെയും കളിച്ച ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവരിവിടെ കൊണ്ടുവന്ന് ഈ പിച്ചിട്ടിരിക്കണതാട്ടോ. എന്നിട്ട് പിന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ പുറത്തെടുത്ത് വെച്ചു, ചായ വെച്ചു. എന്നും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ചായ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് മേലെഴുകും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നന്ദു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു ട്യൂഷന് പിള്ളേർ വന്നു. ഇന്ന് മോർണിംഗ് ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ കുറവായിരുന്നു. ഇത് നോക്കൂ, ഞാൻ രാവിലെ ചോറ് വെക്കാൻ പോയപ്പോൾ എൻ്റെ പാൻറ്റ് കടിച്ച് വലിക്കുകയാണ് ഈ വികൃതി. എന്താ ചെയ്യുക, ആരും നോക്കാനില്ലല്ലോ പറഞ്ഞിട്ട് നമ്മളൊരു ഭക്ഷണം കൊടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ ഇവരുടെ വികൃതി എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റണില്ല. എൻ്റെ ഡ്രസ്സൊക്കെ തൂക്കിയെടുത്തിട്ട് പോവുക, അയക്കോലിൽ നിന്ന് വീണ തുണികളൊക്കെ എടുക്കുക, അമ്മാതിരി വികൃതികളാട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ മിസ്സിങ് ആണ്. കാരണം രാവിലത്തെ വീഡിയോ നമ്മൾ എപ്പോഴും ഇടുന്നതല്ലേ. അപ്പോൾ അത് ഉച്ചത്തെ ലഞ്ചിൻ്റെ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുപയർ കറിയാണ് വെക്കുന്നത്. ചെറുപയർ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്, ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അയിലയൊക്കെ നല്ല നേരാക്കി വരഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ മസാലയ്ക്കുള്ള കൂട്ടുകളൊക്കെ ഇതാണ് കേട്ടോ. അതൊക്കെ മസാലയ്ക്കുള്ളതാക്കി അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത്. അപ്പോൾ കറി എന്തായാലും ചെറുപയറുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അതൊന്ന് മാറ്റിയിട്ട് മുളക് പറ്റിയതിനെ മാറ്റി വെച്ചിട്ട്, അതായത് പിറ്റേ ദിവസം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി മുളക് പുരട്ടിയോടെ വെച്ച്, എന്നിട്ട് ഇനി കറിയുടെ പരിപാടി ബാക്കി തേങ്ങ ചെരുവും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തേങ്ങ ചിരവുള്ളത് നമുക്ക് ഫിറ്റ് ചെയ്യണതാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യണതല്ല, നമുക്കിങ്ങനെ വേണ്ടപ്പോൾ ഉപയോഗിക്കാൻ മാറ്റാം, അങ്ങനത്തെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു സ്ഥലം മുടങ്ങൂല്ല. പിന്നെ പഴയ വീട്ടിലാകുമ്പോൾ എൻ്റെ അവിടെ ഫിക്സ് ചെയ്യണതായിരുന്നു. അതിൻ്റെ ആ ഒരു ക്യാപ്പ് പോയിട്ട് എപ്പോഴും എൻ്റെ കൈ മുറിയായിരുന്നു അവിടെ ഇവിടെയും കൊണ്ടിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ അതൊക്കെ തേങ്ങ ചിരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കറിയായി കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പോഴേക്കും ഏട്ടൻ കഴിക്കാനെത്തി. കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ വേഗം മീൻ വറുക്കാൻ ഇരുന്നു. മീനൊക്കെ അത് വലിയ ചീഞ്ചട്ടി എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം കുറച്ച് വലിയ വലിയ മീനുകളായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ മുളക് പുരട്ടിയത് വെച്ചത് കംപ്ലീറ്റ് ഒന്നും വറക്കില്ല, അപ്പോൾ വറക്കം ഉപയോഗിക്കുകയല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ഏകദേശം ആയി. അപ്പം പിന്നെ മീൻ വറുത്തതൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടി കഴിക്കാനിരുന്നു. അമ്മ താഴെ തന്നെ കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കുക. എന്താ വെച്ചാൽ അമ്മയ്ക്ക് സീരിയൽ കാണണമല്ലോ. അപ്പോൾ അമ്മ അവിടെ പോയിരുന്ന് കഴിക്കാൻ അമ്മ ചോറ് എടുത്തിട്ട് പോയി. ഞങ്ങളിവിടെ 2 പേരും കൂടി ഇരുന്ന് ഓരോ സംസാരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് മൊബൈലിൽ സബ് കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് പതിവ് കേട്ടോ. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊപ്പം കിട്ടുമെന്നില്ല. നമ്മുടെ നന്ദുവിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാം ഒത്തിരി ഭാഗം കാണാം കേട്ടോ. അതും കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ.